നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻസ് ഫേസ്ബുക്ക് പേജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ സീക്രട്ട് ക്യാമറയായിട്ട് ഉപയോഗിക്കാം എന്നാണ്. മറ്റൊരു വ്യക്തി അറിയാതെ തന്നെ ഒരു സ്ഥലത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിഷയങ്ങൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നും പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, നല്ലതിന് വേണ്ടിയും എന്നാൽ ചീത്തയായ വിഷയങ്ങൾക്കും ഉപയോഗിക്കാം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തീർച്ചയായും നല്ല വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളായ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആരുടെയെങ്കിലും മൊബൈലുകൾ നിങ്ങളെ കേന്ദ്രീകരിച്ച് വച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത്തരം ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ അവരുടെ വലയിൽ വീണേക്കാം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോസോ ഒക്കെ സ്വന്തമാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങളും കൂടി ഈ ഒരു അറിവ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷന്റെ ലിങ്ക് പതിവ് പോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഐക്കണുകളായിരിക്കും നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുക. ഒരേപോലുള്ള രണ്ട് ഐക്കണുകളായിരിക്കും നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുക. അതിന് കീഴായിട്ട് ഒന്നിൽ സീക്രട്ട് വീഡിയോ എന്നും രണ്ടാമത്തതിൽ ക്വിക്ക് റെക്കോർഡ് എന്നുമായിരിക്കും കൊടുത്തിരിക്കുക. ഇപ്പോൾ ക്വിക്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഐക്കണ് പുറത്തായിട്ട് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. എന്നാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ നിങ്ങൾ ഇതുപോലെ കീഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. റെക്കോർഡിംഗ് സർവീസസ് റൺ, നിങ്ങളുടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 21, 22, 23 അങ്ങനെ ടൈമിലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ക്യാമറ വർക്കിംഗ് ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്തെ വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണിത്. ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ കാണുന്ന റെഡ് പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ നാം റെക്കോർഡ് ചെയ്യുന്ന ടൈം സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. നമുക്കിനി മുകളിലായിട്ട് ഇവിടെ ഒരു ഗാലറിയുടെ ഐക്കൺ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഐക്കൺ പുറത്തായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്ലേ ചെയ്ത് നമുക്ക് അത് കാണുവാനായിട്ട്, നാം റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇഷ്ടമുള്ള ടൈം, ദിവസം എന്നിവ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു അലാറം ഐക്കൺ കാണുന്നുണ്ട്, ഒരു ടൈം പീസ് ഐക്കൺ കാണുന്നുണ്ട്. ആ ഒരു ഐക്കണ് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടൈം എന്നുള്ള പോർഷനിൽ എഡിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ടൈം ഇവിടെ സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് ഡേറ്റ് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് ഡേറ്റ് സെലക്ട് ചെയ്യാം. തുടർന്ന് ഡ്യൂറേഷൻ, നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് റെക്കോർഡിംഗ് നടക്കേണ്ടത്, നിങ്ങൾക്ക് മാക്സിമം 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ വരയ്ക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യാം. തുടർന്ന് നിങ്ങൾക്ക് ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. തുടർന്ന് സേവ് എന്നുള്ള ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കും. ഇനി ബാക്ക് എടുക്കാം. തുടർന്ന് നമുക്ക് ഇതിനകത്ത് ഉള്ളൊരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് മുകളിലായിട്ട് കാണുന്ന 3 ലൈൻ പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റിംഗ്സിന്റെ പോർഷനാണ്. ഇവിടെ നമുക്ക് ബാക്ക് ക്യാമറയാണോ ഫ്രണ്ട് ക്യാമറയാണോ നേരത്തെ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. നമുക്കത് ആവശ്യമായ സെലക്ട് ചെയ്യാം. തുടർന്ന് വീഡിയോ ക്വാളിറ്റി നമുക്ക് ഹൈ ക്വാളിറ്റി ആണോ മീഡിയം ക്വാളിറ്റി ആണോ ലോ ക്വാളിറ്റി ആണോ വേണ്ടത് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. തുടർന്ന് റെക്കോർഡിംഗ് ഡ്യൂറേഷൻ നാം ആദ്യം കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സൈലന്റ് റെക്കോർഡ് ആവശ്യമാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ശബ്ദം സൈലന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. തുടർന്ന് സ്ക്രീൻ ഓഫിലായിരിക്കണമോ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മുടെ വീഡിയോ പാത്ത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് സ്ഥലത്തേക്ക്, നമ്മുടെ മെമ്മറി കാർഡിലേക്കാണോ മൊബൈലിലേക്കാണോ സ്റ്റോറേജ് ആവേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് കീഴെയായിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഐക്കൺ നിങ്ങൾക്ക് ഏത് ഐക്കണാണ് ആവശ്യം ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ള നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു റെക്കോർഡ് ബൈ SMS എന്നുള്ള ഓപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന മൊബൈലിലേക്ക് ഏതൊരു മൊബൈലിൽ നിന്നും നാം ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ക്യാമറ ഓപ്പണായി നമുക്ക് റെക്കോർഡിംഗ് ആരംഭിക്കുന്നു.
നിങ്ങളുടെ ഓരോരുത്തരുടെയും ആപ്ലിക്കേഷന് ഓരോരോ നമ്പർ ഇതിനു വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കിയാൽ അറിയാം സീക്രട്ട് 10A76C എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളതായിട്ട്. ഇതേപോലെ തന്നെ ഇതേ സീക്രട്ട് സ്പേസ് 10A76C എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഏതൊരു മൊബൈലിൽ നിന്ന്, ഇതിന് നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, ഏതൊരു മൊബൈലിൽ നിന്നും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ ഈ ഒരു റെക്കോർഡിംഗ് ഫംഗ്ഷൻ ഓൺ ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതാണ്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. തുടർന്ന് നിങ്ങൾക്ക് ഹൈഡ് വീഡിയോ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. തുടർന്ന് പ്രൊട്ടക്റ്റ് പാസ്വേഡ്, നിങ്ങൾക്കൊരു പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരമാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലെ ഓപ്ഷൻസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വ്യക്തികളെ, ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ച് ദിവസം മുമ്പ് പറയുകയുണ്ടായി, അയാൾ ഒരു സൈക്കിൾ പൂട്ടി വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് അയാളുടെ സൈക്കിൾ ദിവസവും കാറ്റ് തുറന്നു വിടുന്നുണ്ട് ഒരു വ്യക്തി, പക്ഷെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ അയാൾക്ക് നൽകുകയുണ്ടായി. അയാൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി ആരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സീക്രട്ട് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു അറിവ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.